നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഉത്സവങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിയമത്തിൽ സമൂല ഭേദഗതി വേണമെന്ന ആവശ്യവുമായി ഉത്സവ കേരളം പ്രതിഷേധ സാഗരമാകുന്നു. മധ്യ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ വടക്കാഞ്ചേരി ഉത്രാളിപ്പൂര സംരക്ഷണത്തിന് ക്ഷേത്രത്തിന് മുന്നിൽ ബഹുജന കൂട്ടായ്മ. ഹൈക്കോടതി മാർഗനിർദ്ദേശം ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. സംഗമം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങളെ സംരക്ഷിക്കാൻ യോജിച്ച പോരാട്ടം അനിവാര്യമെന്ന് MLA. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പ്രതീകാത്മക പൂരം നടന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലുള്ള ആചാര സംരക്ഷണ കൂട്ടായ്മ ഞായറാഴ്ച. മച്ചാട് റേഞ്ചിന് കീഴിലെ വനമേഖലയെ വിറപ്പിക്കുന്ന കൊമ്പനെ തുരത്താൻ വനത്തിൽ കയറി 42 അംഗ വനപാലക സംഘം. അകമല മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകുന്നതിനാണ് പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ കാട് കയറിയത്. ഒരു ട്രാക്കർ, 3 ഡ്രൈവിംഗ് ടീമുകൾ വനത്തിനുള്ളിൽ 10 കിലോമീറ്ററോളം സഞ്ചരിച്ചു. കൊമ്പനെ കണ്ടെത്താനായില്ല. ആന ഉൾവനത്തിലേക്ക് കടന്നതായി സൂചന. അതീവ ജാഗ്രതയോടെ അധികൃതർ ആനത്താരകൾ കേന്ദ്രീകരിച്ച് ട്രാക്ക് ചെയ്യുന്നതിന് പദ്ധതി. വനമേഖലകളിൽ ട്രെഞ്ചൊരുക്കുന്നതിനും തീരുമാനം. ഡ്രോൺ പരിശോധന കൂടുതൽ ശക്തമാക്കും. സംയുക്ത പരിശോധനയ്ക്കെത്തിയത് പട്ടിക്കാട്, മാന്നാമംഗലം, വടക്കാഞ്ചേരി, വാഴാനി, മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ. വയനാട് ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ദുരിതാശ്വാസ നിധിയിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് പറയാനാകാതെ കോടതിയിൽ ഉദ്യോഗസ്ഥർ. വ്യാഴാഴ്ച വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം. പരാമർശങ്ങൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണോ എന്ന് പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പുതിയൊരു റെയിൽവേ മേൽപ്പാലം കൂടി വരുന്നു. പാർലിക്കാട് 11 നമ്പർ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം വരുമ്പോൾ അത് വൺ ട്വിസ്റ്റ്. ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ ജനങ്ങൾക്കും ആശ്ചര്യം. നിർമ്മിക്കേണ്ടത് 7 നമ്പർ ഗേറ്റ് ഒഴിവാക്കി മാരാത്തുകുന്നാണെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA. എങ്കക്കാട് 8 നമ്പർ ഗേറ്റ് ഒഴിവാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ. മേൽപ്പാലം വരുന്നത് 11 നമ്പർ ലെവൽ ക്രോസായ പാർലിക്കാട്. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകാൻ എങ്കക്കാട് മേൽപ്പാല ആക്ഷൻ കൗൺസിൽ. ലെവൽ ക്രോസുകൾ ഇല്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ഇടത് സർക്കാരെന്ന് അവകാശവാദം. 60 റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി സർക്കാർ ചെലവഴിച്ചത് 2028 കോടി 14 ലക്ഷം രൂപ. ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഇനി നാടിന് സ്വന്തം. 298 മീറ്റർ നീളം, 2 ലൈൻ റോഡ്, ഫുട്പാത്ത് ഉൾപ്പെടെ 10.15 മീറ്റർ വീതി. പാലത്തിൽ സെൻട്രലൈസ്ഡ് സോളാർ പാനലുകളും ബാറ്ററിയും ഉപയോഗിച്ച് വിളക്കുകൾ.
വേലൂരിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത. വീടിനുള്ളിലെ കട്ടിലിനടിയിൽ ഭീമൻ മലമ്പാമ്പ്. ചേർത്തല ക്ഷേത്രത്തിനു സമീപമാണ് സംഭവം. 12 അടി നീളമുള്ള പാമ്പിനെ അതിസാഹസികമായി പിടികൂടിയത് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി. വനപാലകർക്ക് കൈമാറിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിട്ടതായി വനം വകുപ്പ്. ഇനി വീണയൻ ന്യൂസ് സ്പെഷ്യൽ വാർത്ത. കോലഴി പൂവണി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനു സമീപം സംസ്ഥാന പാതയോരത്ത് ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു ട്രാഫിക് സിഗ്നൽ. പൊതുമരാമത്ത് നിരത്ത് വിഭാഗം സ്ഥാപിച്ച സിഗ്നൽ ബോർഡ് കണ്ട് ആശ്ചര്യം കൊണ്ട് യാത്രികർ. തൊട്ടടുത്ത് സീബ്ര ലൈൻ ഉണ്ടെന്ന മുന്നറിയിപ്പ് സ്ഥാപിച്ചത് തലതിരിച്ച്. വാർത്താവിശേഷം വീണയൻ സ്പെഷ്യലിൽ. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് അതിവിപുലമായ ഒരുക്കങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ സജ്ജം. ദർശനത്തിനുള്ള വരി ഇത്തവണ പൂന്താനം ഓഡിറ്റോറിയ പരിസരത്ത് നിന്ന് ആരംഭിക്കും. പ്രസാദ ഊട്ട് കഴിക്കാനും വരി നിൽക്കാനും കൂടുതൽ സൗകര്യങ്ങൾ. തിരുവില്ലാമല പുനർജനി നൂഴൽ ഈ മാസം 11-ന് വില്ലമലയിൽ ഒരുക്കങ്ങളായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക കൃഷിനാശം. കർഷകർ കണ്ണീർ കയത്തിൽ. അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക കോൺഗ്രസ്. നാശനഷ്ടം സംഭവിച്ച പാടശേഖരങ്ങളിൽ സംഘടനാ നേതാക്കൾ സന്ദർശനം നടത്തി. സഹായം നൽകിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്കു സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാണ് ന്യൂനമർദ്ദമായത്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭയിൽ ഞായറാഴ്ച. നഗരസഭയിലെ എല്ലാ നീർച്ചാലുകളും പുനരുജ്ജീവിപ്പിച്ചതിന്റെ പ്രഖ്യാപനം കെ രാധാകൃഷ്ണൻ MP നിർവഹിക്കും. ആര്യാമ്പാടം പകൽ വീട് ഓഡിറ്റോറിയത്തിൽ കാലത്ത് 9-ന് പരിപാടി. 2025 മാർച്ച് 21-ഓടെ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളിലും മാലിന്യമുക്തമായി പുനരുജ്ജീവിപ്പിക്കുക ലക്ഷ്യം. കുറാഞ്ചേരിയിൽ പൊതുസ്ഥലത്ത് മാലിന്യ നിക്ഷേപം. കരിമത്ര സ്വദേശിയായ വ്യാപാരിക്കെതിരെ പിഴ ചുമത്തി വടക്കാഞ്ചേരി നഗരസഭ.